എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പപ്പടത്തിൻ്റെ റെസിപ്പിയാണ്. ഉഴുന്ന് കൊണ്ടല്ല ഉണ്ടാക്കാൻ പോകുന്നത്, റവ കൊണ്ടാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പപ്പടത്തിനായി 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആകാം. ഇനി ഇതുപോലൊരു കുറച്ച് വലിയ പാത്രം എടുക്കാം. ഇതിലേക്ക് 8 കപ്പ് വെള്ളം ഒഴിക്കാം. ഏത് പാത്രത്തിലാണോ റവ അളന്നെടുത്തത് അതേ പാത്രത്തിൽ തന്നെ 8 കപ്പ് വെള്ളം അളന്നെടുക്കാം. ഞാൻ ഇതിലാണ് റവ അളന്നത്. ഇതിൽ തന്നെ 8 കപ്പ് എടുക്കുന്നുണ്ട്. എട്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി തിളയ്ക്കാനായി വയ്ക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളില്ലാതെ മിക്സ് ചെയ്യണം. ഇനി ലോ ഫ്ലെയിമിലേക്കാക്കി 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്കാക്കി വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് തന്നെ വേവിക്കണം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. റവയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. വല്ലാതെ തിക്കാവുകയാണെങ്കിൽ 1-2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. റവയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടി. ഈ ഒരു തിക്നെസ് ആവണം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ അയമോദകം, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉപ്പ്, മുളക് പൊടി ആവശ്യത്തിന്. ഇതിന് പകരം ചില്ലി ഫ്ലേക്സും ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ജീരകവും അയമോദകമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി എണ്ണ തേച്ച് വെച്ച ഷീറ്റിലേക്ക് ചെറുതായി പരത്തിയെടുക്കാം. ഇതുപോലെ ദോശയെല്ലാം പരത്തുന്ന തവിയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറേശ്ശെ ഒഴിച്ച് പരത്തിയെടുക്കാം. വല്ലാതെ തിന്നായിട്ട് പരത്താൻ പറ്റില്ല. ഇതേപോലെ കനത്തിൽ തന്നെ പറ്റുള്ളൂ. ഉണങ്ങുമ്പോൾ തിക്നെസ് കറക്റ്റായിട്ടുണ്ടാകും. ഒരു സൈഡ് ഉണങ്ങിയതിന് ശേഷം മറ്റേ സൈഡ് മാറ്റിയിട്ട് കൊടുക്കണം. ഇന്നത്തെ വെയിലിൽ ഇത്രയും വാടി കെട്ടിയിട്ടുണ്ട്. നന്നായി ഉണങ്ങിക്കിട്ടാൻ 3-4 ദിവസത്തോളം ആകും. എണ്ണ തേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ട് കിട്ടും. നാളെ ഇതുപോലെ തന്നെ വെയിലത്തിടണം.
നല്ല വെയിലായതുകൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ ഉണക്കിയെടുക്കാൻ പറ്റി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. പപ്പടമൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് റവ കൊണ്ടാണ് ഇത്രയും പപ്പടം ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ക്രിസ്പി പപ്പടത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 5-6 മാസത്തോളം ഇത് കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. എണ്ണ നന്നായി ചൂടായ ശേഷം ഇട്ട് കൊടുത്താൽ മതി. നന്നായി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഇടാം. തിരിച്ചിട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെ മാത്രമല്ല 4 മണിച്ചാക്കിയപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. റവ കൊണ്ടുള്ള ഈ പപ്പടത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ക്രിസ്പി തന്നെ കിട്ടിയിട്ടുണ്ട്.